ശബരിമല സ്വർണ്ണക്കൊള്ള കടകംപള്ളി സുരേന്ദ്രനെതിരെ പോറ്റി നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ പരാതി സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. കടകംപള്ളിയും കഴക്കൂട്ടത്തെ ഒരു ഭൂ ഉടമയായ സ്ത്രീയും ചേർന്ന് കേസിൽ കുരുക്കി അകത്തിടാൻ ശ്രമിച്ചുവെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി. സമാന സ്വഭാവമുള്ള കാര്യങ്ങൾ SIT അന്വേഷിച്ചിട്ടുണ്ടോ, തെളിവ് ശേഖരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ രേഖാമൂലം നൽകുന്നതിന് വേണ്ടിയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പരാതി SITക്ക് കൈമാറിയത്. DGPക്ക് പോറ്റി നൽകിയ പരാതിയാണ് പ്രാഥമിക അന്വേഷണത്തിനായി കമ്മീഷണർക്ക് കൈമാറിയത്. സാമ്പത്തിക വർഷം തീരാൻ ഒരാഴ്ച മാത്രം 1750 കോടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ. വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി. വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കുടിശ്ശികയുള്ളതിൽ വൻതുക ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് കൊടുത്തു തീർക്കേണ്ടി വരും. ഇതിന്റെ ഭാഗമായി ബില്ലുകൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള സമയപരിധി 24 വരെ നിശ്ചയിച്ചിരുന്നു. അതിനുശേഷം ബില്ലുകളുടെ ഈ സമർപ്പണം അനുവദിക്കുന്നില്ല. റിസർവ് ബാങ്കിന്റെ കുബേർ സംവിധാനം വഴി പുറപ്പെടുവിക്കുന്ന കടപ്പത്രത്തിന്റെ ലേലം 27-നാണ് നടക്കുന്നത്. അധികം ബഹളമുണ്ടാക്കിയാൽ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും. മുദ്രാവാക്യം വിളിച്ചവരോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായിരിക്കുകയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ പ്രസംഗത്തിനിടെ മുദ്രാവാക്യം വിളിച്ചവരോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബഹളമുണ്ടാക്കിയാൽ താൻ പ്രസംഗം അവസാനിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. പീരുമേട് മണ്ഡലത്തിലെ പ്രചാരണ സമ്മേളനത്തിനിടെയാണ് സംഭവം. നേരത്തെ പ്രസംഗത്തിനിടെ പ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചതും വിവാദമായിരുന്നു. സംഭവത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. പൊതുയോഗത്തിൽ പാലിക്കേണ്ട മര്യാദകളുണ്ടെന്നും ആ മര്യാദ പാലിക്കാതിരുന്നാൽ പ്രതികരണവും സ്വാഭാവികമായി അതിനനുസരിച്ചാകുമെന്നാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. സാധാരണ ഓരോ കാര്യത്തിലും പാലിക്കേണ്ട മര്യാദകളുണ്ടെന്നും ആ മര്യാദ പാലിക്കാതിരുന്നാൽ പ്രതികരണവും സ്വാഭാവികമായും അതിനനുസരിച്ചാകും. അവിടെ ആരെങ്കിലും LDFനെ എതിർക്കാൻ വേണ്ടി വന്നവരല്ല. പിന്നെ ചില ഘട്ടത്തിൽ ചില പ്രത്യേക ആവേശക്കാരുണ്ടാകുമല്ലോ. പലതരത്തിലാണല്ലോ ആവേശം വരിക. ആ ആവേശത്തിന്റെ ഭാഗമായി ചോദിച്ച ചോദ്യമാണ്. വാർത്താ സമ്മേളനമല്ലല്ലോ പൊതുയോഗം. നിങ്ങളെല്ലാം പൊതുയോഗത്തിന്റെ മുന്നിലിരുന്ന് ചോദ്യം ചോദിക്കുമോ? അങ്ങനെ ചോദിച്ചാൽ കിട്ടുന്ന മറുപടിയും അങ്ങനെയായിരിക്കും. അത് സ്വാഭാവികമല്ലേ? പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്. പൊതുയോഗത്തിൽ ആരോ സംസാരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ കേൾക്കേണ്ട പോകണം, ഇഷ്ടമുള്ളവർ കേട്ടാൽ മതിയല്ലോ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധർമ്മട മണ്ഡലത്തിലെ വോട്ടർമാർക്ക് പ്രിയപ്പെട്ടവരെ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കത്ത്, പേരെടുത്തുള്ള അഭിസംബോധന സോഷ്യൽ മീഡിയയിൽ അതും ചർച്ചയാവുകയാണ്. ധർമ്മട മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കത്ത് CPM പ്രവർത്തകർ ഓരോ വീട്ടിലും ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ കത്ത് എത്തിച്ചു കഴിഞ്ഞു. ധർമ്മട മണ്ഡലത്തിലെ 2,05,273 വോട്ടർമാരുടെയും പേരുകളിൽ അച്ചടിച്ച കത്തുകളാണ് വിതരണം ചെയ്തത്. കത്തിന്റെ അവസാനം ഓരോ വോട്ടറുടെയും പേരും വീട്ടു നമ്പറും വിലാസവും ചേർത്തിട്ടുണ്ട്. LDF പ്രവർത്തകർ വീടാന്തരം കയറിയാണ് കത്ത് നൽകുന്നത്. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും ലഭിച്ച പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞു തുടങ്ങുന്ന കത്തിൽ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാക്കിയ വികസന നേട്ടങ്ങളാണ് പ്രധാനമായും പറയുന്നത്.